ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറാൻ 41 ദിവസം തുടർച്ചയായി ഈ നാമം ജപിക്കൂ. ശിവഭഗവാനെ ഭജിച്ചാൽ തീരാത്തതായ ദുഃഖങ്ങൾ ഒന്നും തന്നെയില്ല. കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അകാല ഭയം, രോഗപീഠകൾ, പ്രതിസന്ധികൾ എന്തുമാകട്ടെ, ശിവഭഗവാനെ ഭജിച്ചാൽ സർവ്വതും മാറിക്കിട്ടും. ഭഗവാനെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നിത്യവും ഈ മന്ത്രം ജപിക്കൂ. മന്ത്രം ഇതാണ്: കാലഹര, കഷ്ടഹര, ദുഃഖഹര, ദാരിദ്ര്യഹര, സർവരോഗഹര, സർവപാപഹര. ഓം നമ പാർവതീപതയെ ഹര ഹര മഹാദേവ. അർത്ഥം ഇതാണ്: കാലഹര എന്നാൽ കാലത്തിൻ്റെ അഥവാ മൃത്യുവിൻ്റെ ഭയം ഇല്ലാതാക്കുന്നവൻ. കഷ്ടഹര സകല കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും അകറ്റുന്നവൻ. ദുഃഖഹര എന്നാൽ ദുഃഖങ്ങൾ ഇല്ലാതാക്കി സന്തോഷം നൽകുന്നവൻ. ദാരിദ്ര്യഹര എന്നാൽ ദാരിദ്ര്യം അകറ്റി കടബാധ്യതകൾ അകറ്റി ഐശ്വര്യം നൽകുന്നവൻ. സർവരോഗഹര എന്നാൽ എല്ലാ രോഗങ്ങളെയും ഭേദമാക്കുന്നവൻ. സർവപാപഹര എന്നാൽ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നവനുമായ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രമാണിത്. നിത്യവും ജപിക്കുക. അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ വരുന്നതാണ്. 41 ദിവസം തുടർച്ചയായി ഈ മന്ത്രം ജപിക്കണം. ജപിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും കുളിച്ച് വൃത്തിയായി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയായാലും അത് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും കടബാധ്യതകളും പ്രശ്നങ്ങളും രോഗങ്ങളും എല്ലാം മാറുന്നതിന് ഈ മന്ത്രം നിത്യവും ജപിക്കാം. 41 ദിവസം തുടർച്ചയായി ജപിക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരുന്നതാണ്. ഇത് ജപിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ്. 108 തവണ ജപിക്കുക. 108 തവണ ജപിക്കാൻ സാധിക്കാത്തവർക്ക് കുറഞ്ഞത് 11 തവണയെങ്കിലും ജപിക്കുക. കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ്. കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം മന്ത്രം ജപിക്കാൻ. മന്ത്രം ജപിക്കുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടും ഏകാഗ്രതയോടും കൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക. കടബാധ്യതകൾ, സാമ്പത്തിക ദുരിതങ്ങൾ, രോഗപീഠകൾ, എന്തൊക്കെ ദുരിതങ്ങളാണെങ്കിലും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഫലമുണ്ടാകും. പീരീഡ്സ് അതുപോലെ പുലവാലായ്മ പോലുള്ള സമയങ്ങളിലൊന്നും ഈ മന്ത്രം ജപിക്കേണ്ടതില്ല. തുടർച്ചയായി 41 ദിവസം ജപിക്കണമെങ്കിലും ഇടയ്ക്ക് പീരീഡ്സ് പോലുള്ള സമയങ്ങൾ വരുമ്പോൾ ഈ മന്ത്രജപം ഒഴിവാക്കാവുന്നതാണ്. സാധിക്കുമെങ്കിൽ ഈ മന്ത്രം തിങ്കളാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ പ്രദോഷ ദിവസങ്ങളിലെല്ലാം മന്ത്രം ജപം ആരംഭിക്കുന്നതിന് ഉത്തമമായിട്ടുള്ള ദിവസമാണ്. ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സാധ്യമെങ്കിൽ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര, കൂവളമാല പോലുള്ള വഴിപാടുകളും സമർപ്പിച്ചാൽ ഇരട്ടി ഫലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.